ഇപ്പൊ ഉദാഹരണത്തിന് ന്യൂട്ടൺസ് ലോ പഠിപ്പിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും കാര്യം കാണിച്ചു കൊടുത്ത് തന്നെ പറഞ്ഞു കൊടുത്ത് തന്നെ കുട്ടികളെ പഠിപ്പിക്കാം. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മൈൻഡ് ആക്റ്റീവ് ആകും. അപ്പൊ കുട്ടികൾക്ക് തോന്നും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഞാൻ ഓർത്തു വെക്കേണ്ട കാര്യം തന്നെയാണ് എന്ന്. നിങ്ങൾ പുതിയ ടീച്ചർമാർ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളെ പഠിപ്പിച്ച, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറെ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ആ ടീച്ചറെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ മാത്രം ആ ടീച്ചർക്കുണ്ടായിരുന്ന ക്വാളിറ്റി എന്തായിരുന്നു? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള ടീച്ചറുടെ കഴിവ് എത്രത്തോളം ഉണ്ടായിരുന്നു? ആ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു അല്ലെ? അതേസമയം ബോറടിച്ച് മടുത്ത ക്ലാസ് നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലെ? ചില ടീച്ചർമാരുടെ ക്ലാസ് നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിച്ചു, അതേസമയം മറ്റു ചില ടീച്ചർമാരുടെ ക്ലാസ് നിങ്ങളെ ബോറടിപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ചില ടീച്ചർമാർ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി, മറ്റു ചില ടീച്ചർമാർ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ സംഭവിക്കുന്നത് ടീച്ചർമാരുടെ ടീച്ചിങ് സ്കില്ലിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന്. പക്ഷെ വാസ്തവത്തിൽ ഇത് വിചാരിച്ച അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ക്ലാസ് റൂം നിയന്ത്രിക്കാൻ ഒരു ടീച്ചർക്ക് പല സബ്ജക്റ്റിലും നോളജ് വേണം എന്നൊന്നുമില്ല. അപ്പൊ പിന്നെ ഒരു ടീച്ചർക്ക് പ്രധാനമായിട്ടും എന്താണ് വേണ്ടത്? സ്കിൽസ്, ടീച്ചിങ് സ്കിൽസ്. ഇനിയിപ്പോ ടീച്ചർമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഈ സ്കിൽസ് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ടീച്ചർമാർക്ക് പുതിയ സ്കിൽസ് കയ്യിലുണ്ടെങ്കിൽ ഈ കാര്യം എളുപ്പമാകും. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചർ ആവാൻ ഹൗ ടു ഇംപ്രൂവ് ടീച്ചിങ് സ്കിൽസ് എന്ന ഈ വീഡിയോ കാണാം. വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതിൽ ഒന്നാമത്തേത് കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്. ഇപ്പോ ടെക്നോളജി യുഗമാണ്. ടീച്ചർമാർ അപ് ടു ഡേറ്റ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില ടീച്ചർമാർ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ഇങ്ങനെയൊക്കെ മതി, ഇനിയിപ്പോ ടെക്നോളജി ഒന്നും പഠിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ടീച്ചറും ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് പുതിയ പുതിയ അറിവുകൾ പരിചയപ്പെടുത്താൻ നമുക്കിത് വളരെ അത്യാവശ്യമാണ്. ടീച്ചർമാർ സ്വയം ടെക്നോളജി പഠിച്ചെടുക്കണം, അത് കുട്ടികളെയും പഠിപ്പിക്കണം. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ഒരു പവർഫുൾ ടൂളാണ്. ടീച്ചിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ടെക്നോളജി ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളിൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓൺലൈൻ ക്വിസ്, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്, അതുപോലെ എഡ്യൂക്കേഷണൽ ആപ്പ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പുതിയ പുതിയ ടെക്നിക്കുകളിലൂടെയും എക്സാമ്പിൾസിലൂടെയും പഠിപ്പിക്കുന്നത് ടീച്ചർമാരെ അപ് ടു ഡേറ്റ് ആവാൻ സഹായിക്കും. ഇനി രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡ് യുവർ സ്റ്റുഡൻസ്. ഒരു നല്ല ടീച്ചർ ആവാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കുട്ടികളെ നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ടീച്ചർമാർ തങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും അഭിരുചി, പഠിക്കാനുള്ള കഴിവ് ഇവയൊക്കെ മനസ്സിലാക്കാൻ സമയം ചെലവഴിക്കണം. നിങ്ങൾ നല്ലൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠിത്തവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തേത് ടു ഇൻകൾക്കേറ്റ് സെൽഫ് സ്റ്റീം ഇൻ ദ സ്റ്റുഡൻസ്. കുട്ടികളിലെ പരാജയ ഭീതിയെ ഇല്ലാതാക്കി അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ടീച്ചർമാരുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ കോളേജിലായാലും സ്കൂളിലായാലും ചില കുട്ടികൾക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നൽ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ടീച്ചർമാർ അവർക്ക് നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റണം. ഇനി നാലാമത്തത് ടു ബി കോൺഫിഡന്റ്. ഒരു ടീച്ചർ എന്നും കോൺഫിഡന്റ് ആയിരിക്കണം. ടീച്ചറുടെ പേഴ്സണാലിറ്റി എന്തായാലും കുട്ടികളെയും സ്വാധീനിക്കും. ആത്മവിശ്വാസമുള്ള ഒരു ടീച്ചർക്ക് മാത്രമേ സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ഇനി അഞ്ചാമത്തേത് ഡു എക്സ്പെരിമെന്റ്സ്. എക്സ്പെരിമെന്റ് ചെയ്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കുട്ടികളുടെ ശ്രദ്ധ കൂടുതലായിട്ടുണ്ടാവും. ഇപ്പൊ കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാർക്ക് ഓരോ കാര്യവും എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ പഠിപ്പിക്കാലോ. അതേസമയം ബയോളജിയിൽ സൂക്ഷ്മ അണുക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ മൈക്രോസ്കോപ്പിലൂടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുത്ത് വേണം പഠിപ്പിക്കാൻ. ഇതുപോലെ ഫിസിക്സും മാത്സും സോഷ്യൽ സയൻസും ഒക്കെ പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിപ്പിക്കാം. ഇപ്പൊ സോഷ്യൽ സയൻസിൽ നിങ്ങൾ പാർലമെന്റിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ക്ലാസ്സിനെ ഒരു പാർലമെന്റ് ആക്കി മാറ്റുക. അതിൽ കുട്ടികളെ പല മന്ത്രിമാരും ആക്കുക. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യണം.
നമ്മുടെ പാർലമെന്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് ഇതിലൂടെ മനസ്സിലാവും. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ പഠിച്ച കാര്യങ്ങൾ അവരൊരിക്കലും മറക്കുകയും ചെയ്യില്ല. ഇനി ആറാമത്തേത്, ട്രീറ്റ് എവരിവൺ ഈക്വലി വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ടീച്ചർ പക്ഷഭേദം കാണിക്കുന്നു എന്ന ഒരു തോന്നൽ ഒരു കുട്ടിയിലും ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കണം ടീച്ചർമാർ കുട്ടികളോട് പെരുമാറാൻ. ടീച്ചർ മറ്റു കുട്ടികളോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ടീച്ചർ എന്നോടും പെരുമാറുന്നത് എന്ന തോന്നലാണ് ഓരോ കുട്ടിക്കും ഉണ്ടാവേണ്ടത്. അപ്പൊ തന്നെ കുട്ടികൾക്ക് അവരുടെ പഠിത്തത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കാനും കഴിയും. ഇനി ഏഴാമത്തേത്, മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ആൻഡ് ഗിവ് ഫീഡ്ബാക്ക്. ടീച്ചർ അതാത് സമയത്ത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. ഈ മോട്ടിവേഷനിൽ 2 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത്, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള പ്രോത്സാഹനം. നിന്നെ കൊണ്ട് ഇതെന്തായാലും ചെയ്യാൻ കഴിയും. ഇനി രണ്ടാമത്തേത്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ എവിടെയാണ് ആ കുറവ്, അത് എങ്ങനെ പരിഹരിക്കാം, അതുപോലെ ഇനി ഭാവിയിൽ ആ കുറവ് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. ഇതും ടീച്ചർക്ക് മോട്ടിവേഷനിലൂടെ പറഞ്ഞു കൊടുക്കാം. സ്റ്റുഡൻസ് ചെയ്യുന്ന ഓരോ ക്രിയേറ്റിവിറ്റി പരമായ കാര്യങ്ങൾക്കും നമ്മുടെ ടീച്ചർമാർ ഫീഡ്ബാക്ക് കൊടുക്കണം. ഇനിയിപ്പോ ആ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും നമ്മൾ എന്തായാലും കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. ഇത് കാര്യങ്ങൾ ഇനിയും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കും. ഇനി എട്ടാമത്തേത്, കണക്ട് വിത്ത് റിയൽ ലൈഫ്. നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളെ എന്ത് പഠിപ്പിക്കുമ്പോഴും അത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക. ഇത് പലരും ചെയ്യാറില്ല. നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം കുട്ടിയുടെ റിയൽ ലൈഫിൽ എവിടെയാണ് ഉപയോഗപ്രദമാകുക എന്നുള്ള കാര്യം നിങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം ഇതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ഇത് വേഗം മറന്നു പോകുന്നു. അതുകൊണ്ട് റിയൽ ലൈഫുമായി കണക്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിപ്പിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ന്യൂട്ടൺസ് ലോ പഠിപ്പിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും കാര്യം കാണിച്ചു കൊടുത്ത് തന്നെ പറഞ്ഞു കൊടുത്ത് തന്നെ കുട്ടികളെ പഠിപ്പിക്കാം. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മൈൻഡ് ആക്റ്റീവ് ആകും. അപ്പൊ കുട്ടികൾക്ക് തോന്നും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഞാൻ ഓർത്തു വെക്കേണ്ട കാര്യം തന്നെയാണ് എന്ന്. ഇനി ഒമ്പതാമത്തേത്, ബിക്കം എ മാസ്റ്റർ ഇൻ യുവർ സബ്ജക്ട്. നിങ്ങൾ ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചർ ആയാലും നിങ്ങളിൽ ആഴത്തിലുള്ള നോളജ് ഉണ്ടാവണം. അതായത് ഏതൊരാൾക്കും നിങ്ങളുടെ സബ്ജക്ട് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നോളജ്. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നല്ല അറിവില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ മുന്നിൽ കുറച്ച് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ അവരെ ആദ്യം മുതലേ പഠിപ്പിക്കാൻ തുടങ്ങണം. അതും ഉദാഹരണത്തോടെ പഠിപ്പിക്കണം. അങ്ങനെയാകുമ്പോ കുട്ടികൾക്ക് ആ സബ്ജക്റ്റ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ടീച്ചർമാരുടെ അറിവും വർദ്ധിക്കും. ഈ പഠിത്തം എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. കുട്ടി ടീച്ചറിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം ടീച്ചറും ദിവസേന കുട്ടിയിൽ നിന്ന് പല പുതിയ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇനി പത്താമത്തേത്, ഫോളോ ദ റൂൾസ്. കുട്ടികളോട് സോഫ്റ്റായി പെരുമാറുന്നതോടൊപ്പം ആവശ്യമെങ്കിൽ സ്ട്രിക്റ്റ് ആവുക എന്നുള്ളതും ടീച്ചറുടെ കഴിവാണ്. ഈ ടീച്ചർ അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നുമില്ല എന്ന് കരുതി തലയിൽ കയറാൻ ശ്രമിച്ചാൽ ഞാൻ വേണ്ടിടത്ത് അത്യാവശ്യം സ്ട്രിക്റ്റ് തന്നെയാണ് എന്ന് തെളിയിക്കാൻ ടീച്ചർക്ക് കഴിയണം. അപ്പോ ഈ പറഞ്ഞ രീതിയിലൂടെയൊക്കെ നിങ്ങൾ ടീച്ചർമാർ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്താൽ തങ്ങളുടെ കുട്ടികളെ നല്ല, അതായത് ജീവിതത്തിന്റെ നല്ല വഴിയിലൂടെ തങ്ങൾക്ക് നയിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സന്തോഷം നിങ്ങൾ ടീച്ചർമാർക്ക് അനുഭവിക്കാം. അതേപോലെ സമൂഹത്തിന് ആവശ്യമായ നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ താൻ വിജയിച്ചു എന്നും നിങ്ങൾ ടീച്ചർമാർക്ക് അഭിമാനിക്കാം. അതായത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ 100% വിജയിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഓരോ കുട്ടിയുടെയും രണ്ടാമത്തെ പേരന്റ് ആണ്. ഒരു കുട്ടിയെ നേരായ വഴിയിലൂടെ നയിക്കുക എന്നുള്ളത് ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ ഈ ജോലി നിങ്ങൾ പുതിയ ടീച്ചർമാർ നിങ്ങളുടെ ഇഷ്ടത്തോടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.